നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു നിധി എയർ. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ട ഡോരിയ സാരിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട ഡോരിയയുടെ 70 ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മിക്കതും ഞാൻ ഇടുന്ന വീഡിയോസിൽ മിക്കതും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ സാരീസാണ്. സാരി തന്നെയല്ല, ചുരിദാറാണെങ്കിലും ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിനാണ്. ഇതിൽ നമുക്ക് കോട്ട ഡോരിയ സാരി മാത്രമല്ല, ചന്തേരി സിൽക്സ്, മഹേശ്വരി സിൽക്ക്, പിന്നെ സാധാരണ മൽമൽ സാരി, അങ്ങനെ എല്ലാം അത്യാവശ്യം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒത്തിരി, പിന്നെ അജ്രക് പ്രിൻ്റ് എടുത്ത് പറയണം. പിന്നെ ആപ്ലിക്കോ വർക്കിൻ്റെ ചുരിദാറൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉള്ളതാണ്. പിന്നെ എപ്പോഴും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. എൻ്റെ ഫോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എപ്പോഴും എല്ലാത്തിൻ്റെയും വീഡിയോ ഇടാത്തത്. ആർക്കെങ്കിലും ഇതിലേതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഫോട്ടോ ഇട്ട് തരുന്നതാണ്. പിന്നെ നമുക്ക് റെഡിമെയ്ഡ് ചുരിദാറും ഉണ്ട്. എല്ലാം അത്യാവശ്യം റീസണബിൾ റേറ്റിനാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഇത് സാരി കോട്ട ഡോരിയാണ്. ഹാൻഡ് മെയ്ഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ്, ദാബു പ്രിൻ്റ്, ബാഗ്രൂ പ്രിൻ്റ്, ജോധ പ്രിൻ്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഈ സാരീസിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സാരിയുടെ ലെങ്ത്ത് വരുന്നത് 5.5 മീറ്ററാണ്. ബ്ലൗസ് വരുന്നത് 80 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1500 രൂപയാണ്. ഇതിൽ പറയാനുള്ളത്, കളേഴ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ്. ഒനിയൻ പീൽ കളറുണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഞാൻ കുറച്ച് കളേഴ്സ് എടുത്ത് പറയാനാണ്. യെല്ലോ, പിന്നെ അതിൽ തന്നെ ടൈഡൈ വർക്ക് ചെയ്തേക്കുന്നതും ഉണ്ട്. ഈ കോട്ട ഡോരിയയിൽ തന്നെ ടൈഡൈ വർക്ക് ചെയ്തിരിക്കുന്ന സാരീസും ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ഫസ്റ്റ് വാഷ് കളർ ഗാർഡിൽ തന്നെ വാഷ് ചെയ്യുക. എവിടെ നിന്ന് ഏത് സാരി, എവിടെ നിന്ന് കോട്ടണൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് എവിടെ നിന്ന് എടുത്താലും കളറ് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഫസ്റ്റ് വാഷ് തന്നെ കളർ ഗാർഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യണതാണ് നല്ലത്. അല്ലെങ്കിൽ എന്നാലേ അതിൻ്റെ കളറ് റിട്ടേൺ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അതിൻ്റെ കളറ് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും. കളർ ഇളകി പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കളർ ഗാർഡിൽ തന്നെ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാലേ എനിക്ക് കുറച്ച് എന്തൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ, ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് കമൻ്റായിട്ട് ഇടണമെങ്കിൽ അപ്പോൾ നമുക്കതനുസരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ നല്ല ബ്ലാക്ക് കളറിൻ്റെ സാരി ഉണ്ട്. പിന്നെ കൂടാതെ ഇതിൽ തന്നെ വൈറ്റും ബ്ലാക്കും കൂടി ടൈഡൈ ചെയ്തിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി എനിക്കിഷ്ടപ്പെട്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് കുറേ കളേഴ്സ് ഇഷ്ടമാണ്, എങ്കിലും ഞാൻ ചിലത് മാത്രം എടുത്ത് പറയുന്നതേ ഉള്ളൂ. എനിക്കറിയാം കുറച്ച് ലെങ്തി ആയിപ്പോയി വീഡിയോ, പക്ഷേ 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. എന്നാലും കാരണം ഇതെല്ലാം ഒരുമിച്ച് ഇടാൻ തന്നെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് കാണാമല്ലോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.